മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 26. നീ എന്തിനാടി അവളെ തള്ളിയിട്ടെ? ദേഷ്യം കൊണ്ട് വിറച്ചവൻ ചുമ്മുവിൻ്റെ ചുമലിൽ ആഞ്ഞൊരുന്തു വെച്ചു കൊടുത്തു. കണ്ണൻ്റേത് ഏറ്റതും അവളുടെ തോള് പുളഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു നീരരുവി ഒഴുകി പരന്നു. ആദ്യമായിട്ടാണ് തിരിച്ചറിവായി കഴിഞ്ഞതിൽ പിന്നെ ഒരാൾ തൻ്റെ ശരീരം വേദനിപ്പിക്കുന്നത്, അതും താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ കണ്ണേട്ടൻ തന്നെ. ചുമ്മു അവിശ്വസനീയതയോടെ മാധവിനെ തന്നെ നോക്കി നിന്നു. അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ചു വേദനിക്കുന്നത് പോലെ തോന്നി. കണ്ണാ മാറാൻ. അച്ചുവും വിവേകും ഉടനെ തന്നെ ചുമ്മുവിൻ്റെ മുൻപിൽ കയറി നിന്നുകൊണ്ട് അവനെ പിടിച്ച് തള്ളി മാറ്റി. എന്നിട്ടും കലിയടങ്ങാതെ നിന്നവനെ ഇരുവരും ചേർന്ന് പിടിച്ചു വെച്ചു. നിങ്ങളെന്താ അച്ചുവേട്ടാ ഇങ്ങനെ? കഴിഞ്ഞ ദിവസം ആ കൊച്ചിനെ തള്ളിയിട്ടു, ദാ ഇപ്പോൾ വീടിൻ്റെ മോളിൽ നിന്ന്. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? അതിന് വല്ലതും സംഭവിച്ചാൽ ആ കൊച്ചിനോടിൻ്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? ഇവളെന്താ ഇള്ള കുഞ്ഞുഞ്ഞാണോ? എത്ര വട്ടം പറഞ്ഞു കൊടുത്താലും എന്താ ഇവളുടെ തലയിലേക്ക് കയറാത്തത്? കണ്ണൻ്റെ ഒച്ച ഉച്ചത്തിലായി. അപ്പോഴും ചുമ്മു വേദനിക്കുന്ന ചുമലിൽ കൈപൊത്തി പിടിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണു നിറച്ചു നിന്നതല്ലാതെ തിരിച്ചൊന്നും അവൾ പറഞ്ഞില്ല. എടാ നീ ഒന്ന് അടങ്ങ്, നമുക്ക് അവളോട് സമാധാനത്തിൽ ചോദിക്കാം. വിവേക് അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തടങ്ങാൻ? ഇവൾ ഇത്രയും നാളും കാട്ടിക്കൂട്ടിയതിനൊക്കെ കണ്ണ് പൊട്ടുന്ന വഴക്ക് പറയെങ്കിലും ഞാൻ കൂട്ടുനിന്നതേ ഇവിടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് തന്നെയാ. പക്ഷെ ഇതങ്ങനെയാണോ? ഇവൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? എത്രയൊക്കെ ദേഷ്യം വന്നാലും ചെയ്യരുതാത്ത ചില കാര്യങ്ങളില്ലേ? അവർ വന്നിട്ടുണ്ട്, ആ നിതയുടെ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാ. അവരോടൊക്കെ നമ്മൾ എന്താ ഇനി പറയാ? വിവേകേട്ടൻ കണ്ടിരുന്ന ദേവകി വല്യമ്മയുടെ അവസ്ഥ. ആ പാവം ഭർത്താവിൻ്റെ അനിയൻ്റെ ഇട കിടന്ന് ഉരുകുക. ഒന്ന് നോക്കിയാ ഇവളും ആ നിതയും വല്യമ്മയ്ക്ക് ഒരുപോലെയല്ലേ? കണ്ണൻ ചോദിച്ചതിനുള്ള ചോദ്യങ്ങൾക്കൊന്നുമുള്ള മറുപടി അവരുടെ കയ്യിലില്ലായിരുന്നു. കാരണം അവരപ്പോഴും നോക്കിയത് മുഖം കുനിച്ച് നിൽക്കുന്ന ചുമ്മൂനെയാണ്. ചുമ്മു! അപ്പോഴേക്കും പുറത്തുനിന്ന് നാരായണിയമ്മയുടെ വിളി വന്നിരുന്നു. കണ്ണൻ അവൻ്റെ സംസാരം പൊടുന്നനെ നിർത്തിക്കളഞ്ഞു. വിളിക്കുന്നുണ്ട്, ചെല്ല്. അവൻ ആ പെണ്ണിനെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി. മോളുവാ, അച്ചമ്മ വിളിക്കുന്നു. അച്ചുവും വിവേകും കൂടി അവളെയും കൊണ്ട് ഹാളിലേക്ക് നടന്നതും പിന്നിലായി സങ്കടത്തോടെ പങ്കുവും വിപിനും അരുരുദ്ധും നടന്നു. ഏറ്റവും ഒടുവിലാണ് കണ്ണൻ അങ്ങോട്ടേക്ക് ചെന്നത്. വന്നല്ലോ മേലേടത്തെ പെൺകുണ്ട. ചുമ്മുവിനെ കണ്ടതും നിതയുടെ അച്ഛൻ രാമചന്ദ്രൻ അവളെ ദേഷ്യത്തോടെ ചെറഞ്ഞു. പക്ഷെ അയാളുടെ ഭാര്യ രമ മാത്രം മൗനമായിട്ട് തേങ്ങിക്കൊണ്ടിരുന്നു. രാമനോട് അവളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാതെ വെറുതെ അവളെ കളിയാക്കാൻ നിൽക്കേണ്ട. അവളെ പറയുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ദേവരാജൻ തൻ്റെ അളിയനെ ആദ്യമായിട്ട് എതിർത്തു. പെങ്കൊച്ചുങ്ങളെ അടക്കത്തിലും ഒതുക്കത്തിലും വളർത്തണ അളിയാ. ഈ കൊച്ചിൻ്റെ അപ്പം മരിച്ചു പോയതല്ലേ, അപ്പം നിങ്ങൾ വേണം നല്ലത് ചൊല്ലിക്കൊടുത്ത് വളർത്താൻ. അല്ലാതെ ആണുങ്ങളെ പോലെ ഇങ്ങനെ ഇവന്മാരുടെയും കൂടെ മേയാൻ വിട്ടേക്കരുത്. അച്ചുവിൻ്റെയും വിവേകിൻ്റെയും നടുവിലായി നിൽക്കുന്നവളെ നോക്കി അയാൾ ദേഷ്യത്തോടെ മുരണ്ടു. അത് ഞങ്ങളുടെ കുടുംബകാരിയെ രാമചന്ദ്ര, അതുകൊണ്ട് അവളെ എങ്ങനെ വളർത്തണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കേണ്ട കാര്യമില്ല. അയാളുടെ സംസാരം അധികമാവുന്നെന്ന് തോന്നിയതും ശിവദാസും രാമചന്ദ്രനോട് കയർത്തു. ഓ, ഇത്രയൊക്കെ എൻ്റെ മോളെ ഇവള് ചെയ്തിട്ടും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഈ പെണ്ണിനെ ന്യായീകരിക്കാൻ തോന്നുന്നു? എൻ്റെ കൊച്ചിനെന്തേലും പറ്റിയിരുന്നെങ്കിലോ? നിങ്ങൾ എന്ത് സമാധാനം പറഞ്ഞേനെ? അതിന് മാത്രം ആരും ഒന്നും മറുപടി നൽകിയില്ല. പകരം എല്ലാവരുടെയും നോട്ടം ചുമ്മുവിൻ്റെ മേൽ പതിഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ കൊച്ചിനെ ഇവള് തള്ളിയിട്ടെന്ന് കേട്ടു. ഇതൊക്കെ എന്താണ്? ഈ പെങ്കൊച്ചിന് വല്ല ഭ്രാന്തം ഉണ്ടെങ്കിൽ പിടിച്ച് ചികിത്സിപ്പിക്കണം, അല്ലാതെ കണ്ടവരുടെ മേൽ കുതിര കയറാൻ വേണ്ടി ഇങ്ങനെ അഴിച്ചു വിട്ടേക്കരുത്. രാമചന്ദ്രൻ്റെ നാവ് വിഷം തുപ്പി. ദേവകിയും മായി അത് കേട്ട് സങ്കടത്തോടെ നിന്നപ്പോൾ സാവിത്രിയുടെ കണ്ണുകളിൽ പെരുമഴക്കാലം വിരുന്നു വന്നിരുന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളേ അല്ല എന്ന രീതിയിലായിരുന്നു അപ്പോഴും ശിവദാസൻ്റെ ഭാര്യ ഗിരിജയുടെ നിൽപ്പ്. കണ്ണൻ മാത്രം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. രാമാ! തൻ്റെ പെൺകുട്ടിയെ പറഞ്ഞത് സഹിക്കാൻ വയ്യാതെ നാരായണിയമ്മയുടെ ശബ്ദം അവിടെ ഉയർന്നു. എന്താ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങളുടെ കൊച്ചുമോക്ക് ഭ്രാന്ത് തന്നെയാണ്. 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ഇവള് ഒരാളെ ഇപ്പോഴേ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിൽ ഇത്തിരി കൂടി വലുതാകുമ്പോഴേക്കും ആരെയൊക്കെ ഇല്ലാതാക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അയാളുടെ മുരളിച്ച അച്ചുവിൻ്റെയും വിവേകിൻ്റെയും ചെവിയിൽ പതിഞ്ഞതും അമർഷത്തോടെ അയാളുടെ മുഖത്തേക്ക് അവർ ഉറ്റുനോക്കി.
പങ്കുവും വിപിനും അപ്പോഴും ശ്രദ്ധിച്ചത് തങ്ങൾക്കരികിൽ നിൽക്കുന്ന ചുമ്മുവിനെ തന്നെയാണ്. യാതൊരു ഭാവങ്ങളും ഇല്ലാതെ നിൽപ്പുണ്ടായിരുന്നവൾ. ഇവിടെ ചുമ്മു കുറ്റക്കാരിയാണ്. നിത താഴെ വീഴുമ്പോൾ മുകളിൽ മുന്നോട്ടേക്ക് ആഞ്ഞു നിൽക്കുന്ന ചുമ്മുവിനെ തങ്ങളെല്ലാവരും കണ്ടതുമാണ്. പക്ഷേ അവളെ തങ്ങൾക്ക് കുറ്റം പറയാൻ കഴിയുന്നില്ലല്ലോ. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തേ? പക്ഷെ അവളുടെ വായിന്ന് ഇതുവരെ ഒരു വാക്കുപോലും വന്നില്ലല്ലോ. അവർ മനസ്സിൽ തേങ്ങിക്കൊണ്ടിരുന്നു. അവിടെ ഒരു കോലം! നിന്നെ കണ്ടപ്പോൾ തന്നെ ചെകിടടിച്ചൊരെണ്ണം തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ എൻ്റെ ചേച്ചി ഇനിയും താമസിക്കേണ്ടതല്ലേ എന്ന് ഓർത്ത് മാത്രം ഞാൻ ആ പണി ചെയ്യാതിരിക്കുന്നത്. ചുമ്മുവിനോടുള്ള കലി അടങ്ങാതെ അയാൾ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ മോളെ തള്ളിയിട്ടിട്ടില്ല. പൊടുന്നനെ അശരീരി പോലൊരു വാക്ക് വേദയുടെ നാവിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. മേലേടത്തെ വീട്ടുകാർ അവിശ്വസ്തയോടെ പരസ്പരം നോക്കി. എന്താടി നീ പറഞ്ഞേ? എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും പോരാ, ഇനി നിന്ന് കള്ളവും കൂടി പറയുന്നോടി. കൂടുതൽ കളിച്ചാലേ ഞാൻ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. രാമചന്ദ്രൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ചുമ്മുവിന് നേർക്ക് നീങ്ങിയതും അച്ചുവും അനുവും വിപിനും വിവേകും പങ്കുവും കൂടി അവളുടെ മുന്നിലേക്ക് കയറി ചെന്ന് നിന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോളെ തള്ളിയിട്ടിട്ടില്ല. താഴെ വീഴാൻ പോയപ്പോൾ രക്ഷിക്കാനാ നോക്കിയേ. അച്ചുവിനെയും വിവേകിനെയും തള്ളി മാറ്റിക്കൊണ്ട് ചുമ്മു മുകളിലേക്ക് വന്നു നിന്നു. കേട്ടു നിന്നവർക്കെല്ലാം അവളുടെ വാക്കുകൾ ഒരേ സമയം ഞെട്ടലും സന്തോഷവും ഉണ്ടാക്കി. സാവിത്രിയും നാരായണിയും ഒരേ സമയം ആശ്വാസത്തോടെ പരസ്പരം നോക്കിയെങ്കിൽ കണ്ണൻ്റെ അവസ്ഥ മാത്രം വളരെ പരിതാപകരമായിരുന്നു. ആ സമയം ഒരു വാക്ക് അവൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ. താൻ വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ കണ്ണു നിറച്ച് നിന്നില്ലേ? താൻ തല്ലിയപ്പോൾ അവൾക്ക് നൊന്ത് കാണില്ലേ? എൻ്റെ ഈ നശിച്ച ദേഷ്യം! ഒരു നിമിഷമെങ്കിലും അവളെ താൻ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്ത് ചെക്കൻ്റെ മനസ്സ് അസ്വസ്ഥമായി. വീണ്ടും കള്ളം പറയുന്നോടി നീ? രാമചന്ദ്രൻ വീണ്ടും കൈയൊങ്ങിക്കൊണ്ട് വന്നതും കണ്ണൻ ചുമ്മുവിൻ്റെ മുമ്പിലായി കയറി നിന്ന് കഴിഞ്ഞിരുന്നു. ഇനിയും അവളെ വേദനിപ്പിക്കാനാവില്ലെന്ന വണ്ണം. അവൾ പറഞ്ഞത് കേട്ടില്ലേ രാമ? അവൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. നാരായണി പെട്ടെന്ന് എഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടന്നു ചെന്നു. പിന്നെ എൻ്റെ കൊച്ചെങ്ങനെയാ താഴെ വീണേ? ഇവൾ തള്ളിയിടാതെ നിങ്ങളെനിക്കൊരു മറുപടി താ. രാമചന്ദ്രൻ അലറുകയായിരുന്നു. എൻ്റെ മോള് കള്ളം പറയില്ല രാമ. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അവൾക്കുണ്ട്. ഇത്രയും നേരം ഞാൻ കാത്തു നിന്നത് അവളുടെ നാവിൽ നിന്ന് തന്നെ അവളുടെ ഭാഗം കേൾക്കുവാൻ വേണ്ടി തന്നെയാണ്. കൃഷ്ണദാസും അയാളുടെ അമ്മയ്ക്ക് അനുകൂലമായി സംസാരിച്ചതും രാമചന്ദ്രൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. ഓഹോ, അപ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടാണല്ലേ? എൻ്റെ കൊച്ചിനെ ആരും ഇവിടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല ഇല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു. അയാൾ എല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ തിരിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. നീ എൻ്റെ സ്വന്തം ചേച്ചിയല്ലേടി? നിനക്ക് ഇത് തന്നെയാണ് അഭിപ്രായം? നിന്നെ ഒറ്റ ഒരുത്തിയെ വിശ്വസിച്ചല്ലേ ഞാൻ എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്? എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കാൻ ഇവരുടെ കൂടെ നീയും കൂട്ടു നിന്നോടി. ദേഷ്യത്താൽ സമനില തെറ്റിയ രാമചന്ദ്രൻ പെട്ടെന്ന് ദേവകിയുടെ നേരെ തിരിഞ്ഞു. ഏട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ചുമ്മാ തള്ളിയിട്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ദേവകി കരച്ചിലിൻ്റെ വക്കോളെത്തിയിരുന്നു. നെറ്റിയിൽ ഒരു കെട്ടുമായി ഹാളിലെ സെറ്റിയിൽ അവളുടെ അമ്മയ്ക്കരിയിലായി കൂനിക്കൂടിയിരിക്കുന്ന നിതയെ അവർ ദയനീയമായി ഒന്ന് നോക്കി. അപ്പോൾ എൻ്റെ മോള് കള്ളം പറഞ്ഞതെന്നാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അയാൾ ആക്രോശിച്ചു. രമ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ദേവകി എന്തൊക്കെയോ പറയുവാനായി ശ്രമിച്ചുവെങ്കിലും ആരുടെ കൂടെ നിൽക്കണമെന്നറിയാതെ കുഴഞ്ഞു പോയിരുന്നു. ഒരു വശത്ത് ചുമ്മു, മറുവശത്ത് നിത. ഇരുവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇരുവരും തൻ്റെ മക്കളുമാണ്. രാമ, നിതയ്ക്കിപ്പോൾ തൽക്കാലം ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെന്താ? തൻ്റെ മരുമകളുടെ നേരെ അയാൾ ഒച്ചയെടുക്കുന്നത് കണ്ടതും നാരായണി അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പറ്റിയിരുന്നെങ്കിലോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതുതന്നെ തന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് അയാൾ എല്ലാവരുടെയും മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടന്നു. അതിന് ചുമ്മു നമ്മുടെ നിധിയെ രക്ഷിക്കാനാ നോക്കിയെന്നല്ലേ മാമ പറഞ്ഞേ? അച്ചു അയാളെ എങ്ങനെയെങ്കിലും അടക്കുവാനായി നോക്കി. ഓഹോ, അപ്പം നിനക്കും ഇങ്ങനെ തന്നെയാണോ അഭിപ്രായം? ഇവരൊക്കെ പോട്ടെന്ന് വയ്ക്കാം. നിത നിൻ്റെ സ്വന്തം ചോരയല്ലേടാ? ജനിച്ചപ്പോൾ തൊട്ട് നീ എടുത്തോണ്ട് നടന്ന കുഞ്ഞ്, അവളെ നിനക്ക് വിശ്വാസമില്ലേ? അയാളുടെ ചോദ്യത്തിൽ അച്ചുവിൻ്റെ കണ്ണുകളൊന്നു നിറഞ്ഞു പോയിരുന്നു. ശരിയാണ്, ബന്ധം വെച്ച് നോക്കുമ്പോൾ
നിതയും ചുമ്മുവും തനിക്ക് ഒരുപോലെയാണ്. അവരിരുവരും പരസ്പരം ദേഷ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും താനാണ്. ഇവിടിപ്പോൾ താൻ ആരുടെ കൂടെ നിൽക്കും? ആരെ തള്ളിക്കളയണം? ചുമ്മു ഒരിക്കലും കള്ളം പറയില്ല. പക്ഷേ നീത, അവള് ചിലപ്പോൾ ചുമ്മുവിനെ തെറ്റിദ്ധരിച്ചാണെങ്കിലോ? അച്ചുവിന് ആകെപ്പാടെ തല ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. രാമചന്ദ്ര, എനിക്ക് എൻ്റെ കൊച്ചുമോളെ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ സംസാരം ഇനിയും തുടരാൻ എനിക്ക് താല്പര്യമില്ല. സംസാരം മുറുകിയാൽ അത് ചിലപ്പോൾ ദേവകിക്കും അവളുടെ സ്വന്തം വീട്ടുകാർക്കും ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നാരായണി അത് തുടരാൻ താല്പര്യപ്പെട്ടില്ല. ശരി, ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എൻ്റെ കൊച്ചിനെ അവിടെ തള്ളിയിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നീ തന്നെയല്ലേടി? കണ്ണനെ പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ചുമ്മുവിനെ നോക്കി രാമചന്ദ്രൻ അലറി. അതെ, അത് ഞാൻ തന്നെയാണ്. പക്ഷെ ഇല്ലാതാക്കാൻ നോക്കിയതല്ല. നിങ്ങളുടെ മോടെ വായിലെ നാക്ക് ശരിയല്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ. അന്ന് കണ്ണേട്ടനും അച്ചുവേട്ടനും അവിടെ വന്നില്ലെങ്കിലും ഞാൻ അവളെ രക്ഷിച്ചേനെ. മെല്ലിയെങ്കിലും വളരെ ഉറപ്പോടുകൂടിയാണ് ചുമ്മു പൊടുന്നനെ അത് പറഞ്ഞത്. വായിൽ ആരെയും വിരലിട്ടാൽ പോലും കടിക്കാത്ത എൻ്റെ കൊച്ച് നിന്നെ എന്തു പറഞ്ഞെന്നാടി? അയാൾ പല്ല് ഞെരിച്ചു. എന്നെ എൻ്റെ സഹോദരങ്ങളെയും കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. ചുമ്മു തുറന്നു പറഞ്ഞതും മേലേടത്തെ വീട്ടുകാർ മാത്രം സ്തംഭിച്ചിരുന്നു പോയി. ഇതൊക്കെ എപ്പോ എന്നുള്ള ചിന്തയിലായിരുന്നവർ. പക്ഷേ അവളുടെ സംസാരമൊക്കെ കേട്ടിരുന്ന നിധിയുടെ കണ്ണുകളിൽ മാത്രം പതറിച്ചുണ്ടായത് കണ്ണൻ നല്ല വ്യക്തമായിട്ട് കണ്ടു. ദേവകി, ഇനി ഒരിക്കലും സ്വന്തം അനിയനാണെന്നുള്ള ചിന്തയിൽ നീ എന്നെ കാണാൻ വരരുത്. ഇന്നത്തോടെ തീർന്നു ഈ വീടുമായും നീയുമായുള്ള എൻ്റെ ബന്ധം. പോകുവാൻ ഞാൻ ചത്താ പോലെ നീ എന്നെ കാണാൻ വരരുതടി. ശാപവാക്കുകൾ കൊണ്ട് ചേച്ചിയുടെ ഹൃദയം മുറിച്ചിട്ട് ആ അനിയൻ തൻ്റെ മകളെയും ഭാര്യയും കൂട്ടി മേലേടത്തിൻ്റെ പടികളിറങ്ങി. ദേവകി ഒരു പൊട്ടിക്കരച്ചിലോടെ ഊർന്ന് താഴേക്ക് നിലം പതിക്കാൻ പോയതും ദേവരാജൻ ഓടിച്ചെന്ന് അവരെ സ്വന്തം കൈകളിൽ താങ്ങിയിരുന്നു. മൂത്ത മരുമകളുടെ സങ്കടം കാണാൻ ശേഷിയില്ലാതെ നാരായണി സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. എല്ലാ കുടുംബങ്ങളിലും കാണും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രോബ്ലംസ് ഉള്ള വീടുകൾ. അങ്ങനെയുള്ള ആൾക്കാരും അവിടെയുള്ള ആൾക്കാരും അങ്ങനെ തന്നെ. സന്തുഷ്ട കുടുംബമൊക്കെ വിരളമാണ്. ചിലരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർക്ക് മുറിവുകളുണ്ടാവാം. ഇത് ജീവിതമാണ്, സർവ്വസാധാരണം. നിത വീണ്ടും വന്നതിൻ്റെ കാരണം വരും പാട്ടുകളിൽ പറയാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ അവൾ വീണ്ടും വന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ.